ലോകത്തിൽ ഏറ്റവും കൂടുതൽ സേവനം ചെയ്യേണ്ടി വരുന്നൊരു വിഭാഗം അത് ഉസ്താദുമാരായിരിക്കും. എന്നാൽ ഏറ്റവും ചെറിയ ശമ്പളമുള്ള കൂട്ടരാരെന്ന് ചോദിച്ചാൽ അതും ഉസ്താദുമാരായിരിക്കും. ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകൾക്ക് വിധേയരാവേണ്ടി വരുന്ന ആളുകൾ ആരെന്ന് ചോദിച്ചാൽ അതും ഉസ്താദുമാരായിരിക്കും. ഉസ്താദുമാരെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ആ മഹലിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ജമാഅത്തിന്റെ ഭാരവാഹി ആവുന്നത് പോലും ഉസ്താദിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണെന്ന് കണക്ക് കൂട്ടുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങൾക്കറിയോ, നമ്മൾ തുച്ഛമായ ശമ്പളമാണ് ഓരോ ഉസ്താദുമാർക്ക് നൽകുന്നത്. മൊബൈൽ ഷോപ്പിൽ ജോലിക്ക് പോകുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ സെയിൽസ്മാൻമാരായി പണിയെടുക്കുന്ന ആളുകൾക്ക് പോലും 20,000-വും 25,000-വും 30,000-വും സാലറി കിട്ടുമ്പോഴാണ് ഇപ്പോഴും ഏറ്റവും വലിയ ജോലിയായിട്ടുള്ള ഖത്തീബ് ജോലിക്ക് പോലും ശരാശരി ശമ്പളം എന്ന് പറയുന്നത് 15,000 രൂപയാണ്. സദർ ഉസ്താദിൻ്റെയും മുഹദ്ദിന്മാരുടെയും ശമ്പളം അതിലും ഒരുപാട് താഴെയാണ്. മുഹല്ലിന്മാരുടെ ശമ്പളം ഇപ്പോഴും 10,000 കവിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ടും നമ്മുടെയൊക്കെ ഒരു ഭാവം കണ്ടാൽ തോന്നും 1,00,000 രൂപയും 2,00,000 രൂപയൊക്കെ ശമ്പളം കൊടുത്തിട്ടാണ് നമ്മളിവിടെ നിയമിച്ചതെന്നും അതുകൊണ്ട് ഞങ്ങൾ അവരുടെ തലയിൽ കയറി മേയുകയാണെന്നുമാണ് ചില ഭാരവാഹികളൊക്കെ ചിന്തിക്കുന്നുള്ളത്. നിങ്ങൾക്കറിയോ, ഈ തുച്ഛമായ വരുമാനം കൊണ്ട് ആ പാവങ്ങൾ ജീവിക്കാൻ പോലും വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും പറയാറുണ്ട് ഉസ്താദുമാരുടെ ശമ്പളത്തിന് വല്ലാത്ത ബർക്കത്താണെന്ന്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന മുളകിന് 500 രൂപ ഉസ്താദുമാരും കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന മീനിന്റെ 250 രൂപ ഉസ്താദുമാരും കൊടുക്കണം. പഞ്ചസാരക്കും അതേ വിലയാണ്. ഉസ്താദുമാർക്ക് ഒരളവും ഇല്ല. പക്ഷെ എന്നിട്ടും നമ്മൾ പറയും അവർക്ക് ബർക്കത്തില്ല, അവർക്ക് കുശാലില്ല, അവർക്ക് മിണ്ടാതിരുന്നാ പോരെ എന്നൊക്കെ. പക്ഷെ അവർക്കും കുടുംബമുണ്ട്, അവർക്കും കുടുംബം പോറ്റേണ്ടതുണ്ട്, അവർക്കും മക്കളെ സ്കൂളിൽ അയക്കേണ്ടതുണ്ട്, അവർക്കും മക്കളെ കെട്ടിച്ചയക്കേണ്ടതുണ്ട്, അവർക്കും വീട് നിർമ്മിക്കേണ്ടതുണ്ട്. അതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമുക്കൊരു ചിന്തയുണ്ട്, നമ്മുടെ പള്ളിയിൽ പണിയെടുക്കുന്ന ഉസ്താദുമാര് നമ്മുടെ അടിമകളാണെന്നുള്ളൊരു ചിന്ത. അത് മാറണം, മാറിയേ പറ്റൂ. കാരണം ഉസ്താദ് പണിയെടുക്കുന്ന ജോലിയിൽ നിന്ന് ഈ മനുഷ്യരൊക്കെ മാറി നിന്നാലുണ്ടല്ലോ, നമ്മുടെയൊക്കെ പള്ളികളിൽ നമ്മൾ തന്നെ ബാങ്ക് കൊടുക്കേണ്ടി വരികയും നമ്മൾ തന്നെ കുത്തുബോധേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും.